ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ സകല മഹാരഥന്മാരുടെ കല്ലറകൾ ലോകത്തിൽ അടയപ്പെട്ട് കിടക്കുമ്പോൾ ലോകത്തിന്റെ വിരിമാറിൽ ഒത്തനടുക്ക യെരുശലേമിൽ ഒരു കല്ലറ തുറക്കപ്പെട്ട കല്ലറയായിട്ട് കിടക്കുന്നുണ്ട്. 21 നൂറ്റാണ്ടുകളായി വാക്കുകളും ഭാഷണങ്ങളും ഇല്ലാതെ വാചാലമായ കല്ലറ വിളിച്ചു പറയുന്നത് അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ്. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു, തിരഞ്ഞെടുക്കുവാൻ യോഗ്യതയുള്ള ക്രിസ്തു, പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. ഞാൻ വിവരിക്കുന്നില്ല. ഏറ്റവും ഒടുവിലായി എന്തുകൊണ്ട് യേശു ക്രിസ്തു തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യൻ? ഏറ്റവും ഒടുവിലായി അവിടുന്ന് വീണ്ടും വരും എന്നുള്ളതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു വീണ്ടും വരും. യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് 21 നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു സന്ദേശമാണ്. യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് വേണ്ടുവോളോ തെളിവുകളുണ്ട്. എല്ലാ വശത്തേക്കും കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തു ഒലിവുമലയിൽ അവിടുത്തെ ശിഷ്യന്മാരുമായിട്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നൊരു ചോദ്യം ചോദിച്ചു. അവിടുത്തെ വരവിന്റെ അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശുക്രിസ്തു പറഞ്ഞതെന്തെന്നറിയാമോ? ജാതി ജാതിയോടെ എതിർക്കും, രാജ്യം രാജ്യത്തോടെ എതിർക്കും, യുദ്ധങ്ങളും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. അതുപോലെ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവിടെ ഉണ്ടാകും. ആകാശത്തിൽ ഭയങ്കര കാഴ്ചകൾ കാണും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം സകല ജാതികൾക്കും നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. പത്രം വായിക്കുന്ന പത്തനംതിട്ടയിലെ പ്രബുദ്ധരായ ജനത്തിന്റെ മുൻപിൽ ഇത്